2000 ജനുവരി 1 ശനിയാഴ്ചയായാൽ 2024 ജനുവരി 1 ഏത് ദിവസമാണ്? എടാ, അപ്പോൾ കലണ്ടർ എന്ന ടോപ്പിക്കിൽ നല്ലൊരു അടിപൊളി ചോദ്യമാണ് ഇത്. നമുക്ക് 2000 ജനുവരി 1 ശനി എന്ന് തന്നിട്ടുണ്ട്. എടാ, 2000 ജാനുവരി 1 നമുക്ക് ഏത് ദിവസം തന്നിട്ടുണ്ട്? ശനിയാണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2024 ജാനുവരി 1 ഏത് ദിവസമാണെന്ന് അങ്ങ് കണ്ടുപിടിക്കണം. എടാ, ഇതിനായിട്ട് വേറൊന്നും ചെയ്യണ്ട, ശ്രദ്ധിച്ചിരിക്കുക. അതാ ഇതിങ്ങനെ എഴുതി ഇങ്ങനെ ഒരു അടി വരെ കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. തന്നിരിക്കുന്ന വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ആദ്യത്തെ വർഷം മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന വർഷം വരെ എത്ര വർഷങ്ങളുണ്ടെന്ന് കൂട്ടുക. 2000 മുതൽ 2024 വരെ എത്ര വർഷമാണ്? നമുക്കറിയാം 24 വർഷം. അപ്പോൾ വർഷ വ്യത്യാസം നമുക്ക് കിട്ടി, 24 എന്ന് കിട്ടി. അതേ പ്ലസ് ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആദ്യം തന്നിരിക്കുന്ന വർഷം അല്ലെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ് മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന ഡേറ്റ് വരെ എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് തന്നെ നോക്കുക. ഓക്കെ അല്ലേ? ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ് മുതൽ രണ്ടാമത് തന്നിരിക്കുന്ന ഡേറ്റ് വരെ എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2000 ലീപ്പ് ഇയർ ആണ്. ഓക്കെ അല്ലേ? ജാനുവരി 1 തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? ഫെബ്രുവരി 29 ഉണ്ട്. അപ്പോൾ 2000. അടുത്ത് വരുന്നത് 2004, അത് കഴിഞ്ഞ് 2008, 2012, 2016, 2020. അപ്പോൾ 6 ഫെബ്രുവരി 29 ആണുള്ളത്. എടാ, അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വരും, 2024 ഒരു ലീപ്പ് ഇയർ ആണല്ലോ, എന്തുകൊണ്ട് അതെടുത്തില്ല? എടാ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞത് എത്ര ഫെബ്രുവരി 29 വരുന്നുണ്ടെന്ന് നോക്കുക. എടാ, നമുക്കിവിടെ 2024 ജാനുവരി 1 വരെ മതി. അവിടെ ഫെബ്രുവരി എക്സിസ്റ്റ് ആവുന്നില്ല, ഫെബ്രുവരിയിലോട്ട് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് 2024 ലീപ്പ് ഇയർ ആണെന്നുള്ളതിന് വളരെ പ്രാധാന്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഫെബ്രുവരി 29 6 ഉണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 24 വർഷ വ്യത്യാസം പ്ലസ് ഫെബ്രുവരി 29കളുടെ എണ്ണം, അത് രണ്ടും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ ഒരു 7 ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു 24 + 6 എത്രയാണ്? 30. 30 ഡിവൈഡഡ് ബൈ 7. 30 ഡിവൈഡഡ് ബൈ 7 ചെയ്യാലോ? 30 ഡിവൈഡഡ് ബൈ 7, 4 7 28. ശിഷ്ടം എത്രയാണ് വരുന്നത്? 2. ഈ ശിഷ്ടമാണ് നമുക്കിവിടെ വേണ്ടത്. ശിഷ്ടം നമുക്ക് 2 കിട്ടിയില്ലേ? നമുക്കിവിടെ തന്നിരിക്കുന്ന ദിവസം ഏതാ? ശനിയല്ലേ? ആ തന്നിരിക്കുന്ന ദിവസത്തിനോടൊപ്പം, അതായത് ശനിയോടൊപ്പം 2 അങ്ങ് കൂട്ടുക. നമുക്ക് എത്ര ശിഷ്ടം കിട്ടിയോ അതങ്ങ് കൂട്ടുക. ശനി + 2 എത്രയാണ്? ശനിയോട് 1 കൂട്ടുമ്പോൾ ഞായർ, അടുത്ത് തിങ്കൾ. ശനി + 2 തിങ്കളാണ് നമ്മുടെ ഉത്തരം. തിങ്കൾ, ഓപ്ഷൻ ബി. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്ത് എഴുതുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന വർഷങ്ങളുടെ വ്യത്യാസം എടുത്ത് എഴുതുക. അതിനുശേഷം അതേ പ്ലസ് ആദ്യത്തെ ഡേറ്റ് മുതൽ രണ്ടാമത്തെ ഡേറ്റ് വരെ എത്ര ഫെബ്രുവരി 29 വന്നിട്ടുണ്ടെന്ന് തന്നെ നോക്കുക. അപ്പോൾ വർഷ വ്യത്യാസത്തിനോടൊപ്പം ആ ഫെബ്രുവരി 29ൻ്റെ എണ്ണം കൂട്ടുക. അത് രണ്ടും കൂട്ടി കിട്ടുന്നത് ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്കൊരു ശിഷ്ടം കിട്ടും. ആ കിട്ടുന്ന ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തിനോടൊപ്പം കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരവായി.